നടൻ സലിം കുമാർ അന്തരിച്ചു. കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക് അദ്ദേഹത്തിൻ്റെ പറവൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. നവമി ദിനേശും ആജ്ഞ രവീന്ദ്രനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം നവമിയിലേക്ക് പോകണം. നവമി, മനസ്സിലാക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എന്നാണ്. അതിനുശേഷം പറവൂർ ടൗൺ ഹാളിൽ അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിന് ഒരുപാട് സാക്ഷ്യം വഹിച്ച പറവൂർ ഗ്രാമത്തിൽ ആ സ്ഥലത്ത് തന്നെയാകും മറ്റു കാര്യങ്ങളെന്നും മനസ്സിലാക്കുന്നു. പ്രമുഖരൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ മലയാള സിനിമയുടെ ഒരു പരിചയം തന്നെ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അമൃത ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. 8 മണിയോടുകൂടിയായിരിക്കും ബന്ധുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കുക. അതിനുശേഷം നേരെ ഇവിടെ നിന്ന് പറവൂർ ടൗൺ ഹാളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പറവൂർ ടൗൺ ഹാളിലാണ് പൊതുദർശനം. ഏകദേശം 1 മണിയോടുകൂടി, രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ടൗൺ ഹാളിൽ നടക്കുക. അവിടെ വെച്ചാണ് സിനിമ, രാഷ്ട്രീയ മേഖലയിലെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന സ്വന്തം നാട്ടുകാരും മറ്റുള്ളവരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് എത്തുന്നത്. അതിനുശേഷം 3 മണിക്ക് വീട്ടിലേക്ക് 1 മണിയോടുകൂടി തന്നെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ പറവൂരിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയും അടുത്ത ബന്ധുക്കൾക്ക് കാണുന്നതിന് വേണ്ടിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 3:30 തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, മക്കളോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞിരുന്നു, തൻ്റെ മൃതദേഹം സംസ്കരിക്കുമ്പോൾ അത് മതാചാരപ്രകാരമായ ചടങ്ങുകളൊന്നും തന്നെ പാടില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മതാചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. എന്തായാലും അദ്ദേഹം ഔദ്യോഗിക ബഹുമതികൾ അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് തന്നെയായിരിക്കും സംസ്ഥാന സർക്കാർ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട നടൻ സലിം കുമാറിന് നാട് വിട നൽകുക. നമുക്കറിയാം, അദ്ദേഹത്തിന് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളടക്കം ലഭിച്ചിരുന്നു. സലിം കുമാറിൻ്റെ ഒരു സിനിമ ഡയലോഗ് പോലും പറയാത്ത ഒരു ദിവസം പോലും ഒരു മലയാളികൾക്കും ഉണ്ടാകില്ല. അത്തരത്തിൽ ചെയ്തു വെച്ച അദ്ദേഹത്തിൻ്റെ കഥാപാത്രം അത്രയേറെയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയത്. ഒരു ഹാസ്യ നടൻ എന്നതിനപ്പുറത്തേക്ക് സലിം കുമാറിൻ്റെ രാഷ്ട്രീയവുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം, ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോഴും ഏറ്റവും ഒടുവിലായും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും കോൺഗ്രസിൻ്റെ വേദികളിൽ സജീവമായിരുന്നു. അദ്ദേഹം തൻ്റെ രാഷ്ട്രീയം പരസ്യമായി പ്രഖ്യാപിച്ച ഒരാളാണ്. കോൺഗ്രസിൽ CPM-നെ അതിരൂക്ഷമായി വിമർശിക്കാൻ അദ്ദേഹത്തിന് യാതൊരുവിധ മടിയും ഉണ്ടായില്ല. പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയിലൊക്കെ അദ്ദേഹം അതിരൂക്ഷമായിട്ടാണ് സംസ്ഥാന സർക്കാരിനെ, അന്നത്തെ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചത്. ഒപ്പം മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളൊക്കെ വളരെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വളരെയേറെ ജനങ്ങൾ ഏറ്റുപറഞ്ഞ ഒരു ഡയലോഗ് കൂടിയായിരുന്നു അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ആയതിനു ശേഷം പറവൂരിൽ അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഒരുക്കിയപ്പോഴും ആ വേദിയിൽ സലിം കുമാർ ഉണ്ടായിരുന്നു. അന്നും അദ്ദേഹം പറഞ്ഞത് തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് മുഖ്യമന്ത്രി VD സതീശൻ എന്നും, ഒപ്പം അന്നും CPM-നെ അതിരൂക്ഷമായി അദ്ദേഹം വിമർശിക്കാൻ മറന്നില്ല. അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹം സജീവമായി തന്നെ ഉണ്ടായിരുന്നു. കളമശ്ശേരിയിൽ ഉള്ള UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് അവിടെ പ്രചാരണത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ പോലും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചില്ല എന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളിലും സജീവമായി തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സലിം കുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേർപാട് വിഷമത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ വളരെ വേദനയോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും കേട്ടത്. ഇന്നലെ പുലർച്ചെ 5 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയതാണ്. ലിവർ സിറോസിസ് ആയിരുന്നു അദ്ദേഹത്തിന്. അതുമായി ബന്ധപ്പെട്ട ചികിത്സകളൊക്കെ കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു. ഒരു സിനിമയിൽ സജീവമായിരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് അസുഖം കലശലാവുകയും അതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നീട് ലിവർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞ് അദ്ദേഹം സജീവമായെങ്കിൽ പോലും സിനിമയിൽ അധികം നമ്മൾ കണ്ടിരുന്നില്ല. പിന്നീട് അദ്ദേഹം കൂടുതൽ സമയവും വീട്ടിൽ തന്നെയായിരുന്നു. പിന്നീട് പൊതുപരിപാടികളിലൊക്കെ മാത്രമായിരുന്നു അദ്ദേഹം സജീവമായിരുന്നത്.
അതിനിടയിൽ ഇന്നലെ രാവിലെ 5 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന് പനി ബാധിക്കുകയും പിന്നീട് അത് ന്യൂമോണിയായി മാറുകയും ചെയ്ത് ആശുപത്രിയിലേക്ക് എത്തിച്ച് ഇവിടെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ചികിത്സ നൽകുന്നതിനിടയിൽ ഹൃദയാഘാതം ഉണ്ടായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ രാത്രി 10:45 തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചു. അദ്ദേഹം ആശുപത്രിയിലാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. കുടുംബാംഗങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ എത്തുന്നുണ്ടായിരുന്നു. മരണസമയത്തും അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഭാര്യയും ഒപ്പം ഉണ്ടായിരുന്നു. മകൻ ചന്തുവിനെ നമുക്കറിയാം, അച്ഛൻ്റെ പാത തന്നെ പിന്തുടർന്ന് സിനിമയിൽ സജീവമായ മകൻ ചന്തു. അവസാനം അദ്ദേഹത്തിൻ്റെ എല്ലാ വേദികളിലും മകനാണ് അദ്ദേഹത്തിന് ഒരു താങ്ങായി ഒപ്പം ഉണ്ടാകുന്നത്. എപ്പോഴും മകനാണ് അദ്ദേഹത്തെ എല്ലാ ഇടങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അവസാന നിമിഷവും മകനുമൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം രാത്രി സിനിമാ താരങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തി. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇന്നിപ്പോൾ പറവൂരിൽ അദ്ദേഹത്തിൻ്റെ പൊതുദർശന സ്ഥലത്തായി പറവൂർ ടൗൺ ഹാളിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും എത്തുമെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും സിനിമാ മേഖലയിൽ നടൻ ദിലീപ് അടക്കമുള്ള എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ദിലീപും സലിംകുമാറിനൊക്കെ ഏകദേശം ഒരേ സമയത്ത് അവരുടെ സിനിമാ ജീവിതം ആരംഭിച്ചതാണ്. അത്രയേറെ സൗഹൃദമുള്ള ഒരു 2 പേരായിരുന്നു സലിംകുമാറും ദിലീപും. ഒപ്പം മലയാളത്തിലെ എല്ലാ താരങ്ങളുമായിട്ടും വളരെ ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സലിംകുമാറിൻ്റെ കഥാപാത്രങ്ങൾ, നമുക്ക് നിരവധി കഥാപാത്രങ്ങൾ നമ്മളിപ്പോൾ ഓർത്തെടുക്കുകയാണെങ്കിൽ പാരി എന്ന കഥാപാത്രത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല. ചതിക്കാത്ത ചന്തുവിലെ വിക്രം എന്ന കഥാപാത്രം, മായാവിയിലെ ആശൻ, അതിൻ്റെ ഡയറക്ടർ പറഞ്ഞിരുന്നു മായാവിയും അതോടൊപ്പം തന്നെ കല്യാണരാമനിലെ പ്യാരിയുമൊക്കെ അദ്ദേഹത്തെ സലിംകുമാറിനെ തന്നെ മനസ്സിൽ കരുതിക്കൊണ്ട്, സലിംകുമാർ അല്ലാതെ മറ്റാര് അഭിനയിച്ചാലും ശരിയാകില്ല, അതുകൊണ്ട് സലിംകുമാറിനെ തന്നെ മനസ്സിൽ കരുതിക്കൊണ്ട് എഴുതിയ 2 കഥാപാത്രങ്ങളാണ്. അങ്ങനെ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹം തന്നെ ചെയ്താൽ മാത്രമേ ഈ കഥാപാത്രം മികച്ചതാകൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ അത് ഏൽപ്പിച്ച ഒരുപാട് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒക്കെ മലയാള സിനിമയിലുണ്ട്. അങ്ങനെ സലിംകുമാർ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഒരു ഘട്ടത്തിലും മാറ്റിവെക്കാൻ കഴിയാത്ത, പകരക്കാരനില്ലാത്തൊരു നടൻ കൂടിയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി മലയാളിയെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താരം. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ സലിംകുമാറിനെ വേദികളിൽ കണ്ടത് കോൺഗ്രസിൻ്റെ പ്രചരണ വേദികളായിരുന്നു. പ്രത്യേകിച്ചും വി ഡി സതീശനൊക്കെ പരവൂരിലെത്തിയപ്പോൾ സാന്നിധ്യമുണ്ടായിരുന്നു. വി ഡി സതീശൻ്റെ വിജയാഘോഷം പരവൂരിൽ നടന്നപ്പോൾ മോഹൻലാലിനൊപ്പം സലിംകുമാർ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വകവെക്കാതെ പോലും അവിടെ എത്തുന്നത് നമ്മൾ കണ്ടു. 10ാമത്തെ വയസ്സിൽ കെ കരുണാകരന് നോട്ടുമാല ഇട്ടുകൊണ്ടാണ് തൻ്റെ കോൺഗ്രസ് ആഭിമുഖ്യം സലിംകുമാർ പ്രകടിപ്പിച്ചത് എന്ന ഒരു ചരിത്രം കൂടിയുണ്ട്. പ്രത്യേകിച്ചും അന്ന് രാജൻ കേസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കെ കരുണാകരൻ വലിയ ആരോപണ വിധേയനായി നിൽക്കുന്ന സമയത്ത് സലിംകുമാർ നോട്ടുമാലയിട്ട് കരുണാകരനെ സ്വീകരിച്ചു. അതിനുശേഷം സലിംകുമാറിൻ്റെ അപകടം വന്നപ്പോൾ കരുണാകരൻ വിളിച്ച് ദീർഘനേരം സംസാരിച്ചതൊക്കെ അദ്ദേഹം എന്നും ആദരവോടെ ഓർത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. വി ഡി സതീശനോട് വലിയ ആരാധനയുള്ള ഒരു താരം കൂടിയായിരുന്നു സലിംകുമാർ. തനിക്ക് നഷ്ടപ്പെട്ടത് തൻ്റെ കൂടപ്പിറപ്പിനെയാണ് എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കണം. 1969 ഒക്ടോബർ 10 എറണാകുളം ചിറ്റാറ്റുകരയിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് ഗംഗാധരൻ, മാതാവ് കൗസല്യ ആണ്. കോളേജിൽ അദ്ദേഹം SNM മാലിയങ്കര SNM കോളേജിൽ പ്രീ ഡിഗ്രി പഠനം നടത്തി. എറണാകുളം മഹാരാജാസ് കോളേജിലെത്തി. പിന്നീട് മിമിക്രി കലാവേദികളിലൊക്കെ സജീവമാണ്. മിമിക്രിയിൽ നിരവധി സമ്മാനങ്ങൾ നേടി. കൊച്ചിൻ കലാഭവൻ, സാഗർ ട്രൂപ്പുകളിൽ സജീവാംഗമായി. 1996 താൻ പ്രണയിച്ചിരുന്ന സുനിതയുമായുള്ള വിവാഹ പിറ്റേന്ന് തന്നെ അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള ക്ഷണം വരികയായിരുന്നു. ആദ്യ ചിത്രമായ ഇഷ്ടമാണ് 100 വട്ടം സിനിമയിലെ ഗ്രാഫ് ഉയർത്തി. പിന്നീട് പല കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമയിൽ സ്വന്തമായി തൻ്റെ കസേര വലിച്ചിട്ടു.